നമ്മൾ ഇന്നൊരുപാട് സാധാരണക്കാർക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുലിക്കാൻ നമ്മൾ കുലിക്കുന്നുണ്ട്, പക്ഷെ നിയ്യത്തിന്റെ കാര്യം പലവരും മറക്കുകയാണ്. നിയ്യത്ത് മറന്നാൽ പിന്നെ നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ കുലിക്കുമ്പോ ആ കുലിയുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് വെക്കണം. ഒന്ന് ഞാൻ അതിന്റെ ഇടയിൽ കയറി പറയാണ്. ഈ ഫിത്ർ സക്കാത്തിന്റെ അവിടേക്ക് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പല സഹോദരിമാരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അരിയല്ല നിങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ നിയ്യത്ത് നിങ്ങൾ വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ പല സഹോദരിമാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. എല്ലാവരും അരി വാങ്ങിക്കൊണ്ടൊരു കീസയിലാക്കും, ഓരോ പേരേക്ക് കൊടുത്തയക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യക്കൊക്കെ അത് അറിയാത്ത നിലക്ക് നമ്മൾ അരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സക്കാത്താവൂല. കാരണം സക്കാത്ത് സഹിയാവാൻ, അത് വീടാൻ 2 ഷർത്ത്, അതിലൊന്ന് നിയ്യത്ത, ഞാൻ കൂട്ടത്തിലൊന്ന് ഉണർത്തിന്ന് മാത്രം, എനിക്കെങ്കിലും ഉപകരിച്ചെങ്കിലോ എന്ന നിലക്ക്. അപ്പൊ ഞാൻ പറയുന്നത് നിയ്യത്ത് വെക്കണം, മനസ്സിലായോ? അപ്പൊ നിയ്യത്ത് ചെറിയ പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്ത് കുലി ഞാൻ കുലിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് കുലിക്കുക. എപ്പോഴാണ് കുലിയുടെ സമയം? കുലിയുടെ സമയം എപ്പോഴാ? അത് പെരുന്നാൾ രാവ് പകുതിയായതിനു ശേഷം. പെരുന്നാൾ രാവ് പകുതിയായതിനു ശേഷം കുലിക്കാം. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണത്. പെരുന്നാൾ ദിവസം രാത്രി, പെരുന്നാൾ രാത്രി, ഇപ്പൊ പെരുന്നാൾ രാത്രിയല്ലോ, ഇപ്പൊ നമ്മൾ ഈ ആഗതമായ സമയം, നമ്മളിപ്പോ ഈ നിലകൊല്ലുന്ന സമയം പെരുന്നാളിന്റെ രാത്രിയാ. അപ്പൊ ഈ പെരുന്നാൾ രാത്രി പകുതിയായതിനു ശേഷം, അതിപ്പോ നിങ്ങൾക്ക് സൗദിയിലുള്ളവർക്ക് ആയിട്ടുണ്ടാവില്ല, നിക്കൊക്കെ ആയി. നിക്കൊക്കെ ഇപ്പൊ പെരുന്നാളിന്റെ രാവ് പകുതിയായി, പക്ഷെ സൗദിയിലുള്ളവർക്ക് ആയിട്ടുണ്ടാവൂല. ആയതിനു ശേഷം കുളിച്ചാൽ മതി. കൈപ്പക്കാർക്ക് ആയിച്ചിട്ട് കരിയുമ്പോ അബൂ റയ്യാൻ ഉസ്താദിന്റെ എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി 97 44 87 57 92 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. സാധാരണക്കാർക്ക് ജീവിതത്തിലും ഇബാദത്തിലും ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ഫിഖ്ഹ് മസ്അലകൾ എന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, അറിയുവാൻ വേണ്ടി ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഹൈദ്, നിഫാസ്, ഇസ്തിഹാലത്ത്, വെള്ളം പോക്ക്, രക്തം പോക്ക്, ഹജ്ജ്, ഉംറ, വസ്വാസ് തുടങ്ങി ഒരുപാട് ഫിഖ്ഹ് സംബന്ധമായ ക്ലാസുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി 97 44 87 57 92 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. എനിക്കായിക്കോന്നില്ല, പാലക്കാട് അറിയിക്കുന്നു നല്ലത്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? പെരുന്നാൾ രാവ് പകുതിയായതിനു ശേഷം എന്താക്കി? കുലിച്ചാലും ആ കുലിയുടെ സുന്നത്ത് കിട്ടും. ഞാനിത് പറയാൻ കാരണം എന്താ? നമ്മുടെ മക്കയിലുള്ളവര്, മക്കയും മദീനയും അങ്ങനെയാണ്. മക്കയിലും മദീനയിലും ഉള്ളവർക്ക് ഫജ്ർ സാദിക്ക് വെളിവായതിനു ശേഷം ചിലപ്പം കുലിക്കാൻ സൗകര്യം കിട്ടിക്കോന്നില്ല. എന്താണെന്നറിയോ? ഞാനവിടെ അനുഭവിച്ചതാ. കാരണം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ ഒരു ഇരിപ്പിടം കിട്ടണമെങ്കിൽ രാത്രി 2 മണിക്ക് പോയി ഇരിക്കേണ്ടി വരും. മക്കത്തേക്ക് അവസ്ഥ അതാ അല്ലേ? മക്കത്തെ അവസ്ഥ അതാണ്. കാരണം ഞാനൊക്കെ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പൊ റമദാനിലൊരു മക്കയിൽ കൂടിയപ്പോ നമുക്ക് പള്ളിയുടെ ഉള്ളിലായി ജമാഅത്ത് കിട്ടണമെങ്കിൽ, കാരണം പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണ് അഫ്ളല്, അത് മസ്ജിദുൽ ഹറാമിലെ അഫ്ളലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവരമില്ലാത്ത മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെയും കാള തൂറുന്ന, പോത്ത് തൂറുന്ന ഏതെങ്കിലൊക്കെ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഫ്ലക്സ് അത് തൂക്കുക, ഈദ്ഗാഹെന്നും പറഞ്ഞിട്ട്. അത് ഈദ്ഗാഹല്ല. ഇനി അങ്ങനെ ആയാൽ തന്നെ യഥാർത്ഥത്തിൽ പെരുന്നാൾ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. പക്ഷെ മസ്ജിദുൽ ഹറാമിലെ അത് അഫ്ളലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം പറയാം, ചെറിയ കാര്യം. അങ്ങനെ ഒരു മസ്അല ഇങ്ങനെ കളിക്കലുണ്ട്. മയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഷാഫി മദ്ഹബിന് അത് എതിരാണ്.
ഷാഫി മദ്ഹബിനത് എതിരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. നിസ്കരിക്കാൻ പാടില്ല എന്നല്ല മനസ്സില, പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. ഒരു 1-2 ആൾക്കാർ ആരോ പറഞ്ഞു ഈ പള്ളിയിൽ വെച്ച് എങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ചിലപ്പോ ഹനഫി മദ്ഹബ് എന്തെങ്കിലും മസല കേട്ടിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചത് പോയതായിരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് എന്താ, ചിലപ്പോ എല്ലാവർക്കും ഇപ്പൊ ഈ മക്കയിലൊക്കെ കാരണം അവരുടെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരല്പസമയം കഴിയുമ്പോഴേക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തുടങ്ങും. അപ്പൊ സുബഹി നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് തന്നെ കുളിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ അവസ്ഥ വരും. അപ്പൊ യഥാർത്ഥത്തിൽ പെരുന്നാൾ ദിവസത്തിലുള്ള കുലിയുടെ സമയം പെരുന്നാൾ രാവ് പകുതിയായാൽ തുടങ്ങി. ഏറ്റവും നല്ലതെന്താണ്, ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷം നേരത്തെ കാലത്തെ പള്ളിയിലേക്ക് പോകൽ സുന്നത്താലോ, ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കുളിച്ചിങ്ങാണ്ട് പോവലാണ് ഏറ്റവും അഫ്ളല്, ഏറ്റവും നല്ലത്. ഇനി പെരുന്നാൾ കുലിയുടെ സമയം ഏതുവരെയാണ്? പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് പെരുന്നാൾ കുലിയുടെ സമയം. മനസ്സിലായോ? അപ്പോ ഒരാൾ എന്ത് ചെയ്തു, പെരുന്നാളിന് നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പേ കുലിക്കാൻ സാധിച്ചില്ല എന്ന് വെക്ക. ഈ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പേ കുലിക്കാൻ സാധിച്ചില്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കുലിക്കണം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കുലിക്കണം. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ പെരുന്നാൾ നിസ്കാരത്തിന്റെ കുലിയുടെ സമയമുണ്ട്. ഇനി എന്ത് ചെയ്തു, പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ കുലിക്കാൻ എന്തായില്ല, സാധിച്ചില്ല എന്ന് വെക്കുക. അങ്ങനെയും വരെ കരീമേ ചിലപ്പം, എങ്കിൽ ആ കുലി ഖളാ വീട്ട സുന്നത്ത. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം, ആ അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാകുന്ന ഫത്ഹുൽ മുഈൻ പോലത്തെ കിതാബൊക്കെ നോക്കിയാൽ കാണാം. പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്ത് കുലി നമ്മൾ നിയ്യത്ത് വെക്കാൻ പറഞ്ഞ അങ്ങനെ സംഭവിക്കാം. നമ്മൾ എന്നും കുലിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സാധാരണ ദിവസേന രാവിലെ കുലിക്കും, അപ്പൊ നമ്മൾ നിയ്യത്തൊന്നും വെക്കാറില്ല. അപ്പൊ നമ്മൾ പെരുന്നാൾ ദിവസത്തിലും കുളിച്ചു, പക്ഷെ നിയ്യത്ത് വെക്കാൻ മറന്നു. പള്ളിക്കങ്ങനെ ഇരിക്കുമ്പോഴാ ഓർമ്മ വന്ന്, പള്ളിക്കങ്ങനെ ഇരിക്കുമ്പോഴാ ഓർമ്മന്നേ ഇന്നലെ അബൂദയ്യ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, പെരുന്നാൾ ദിവസത്തിൽ കുലിക്കൽ സുന്നത്താണ്, നിയ്യത്ത് വെച്ചാലേ കുലിയുടെ സുന്നത്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ തല നനഞ്ഞൂലേ വരുള്ളൂ എന്നൊക്കെ. അപ്പഴാ ഓർമ്മ വന്ന് നമ്മൾ വന്നിട്ട് കുലിക്കണം. അല്ല, പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷമാണ് ഓർമ്മ വന്നത്, ഞാൻ ഇന്ന് നിയ്യത്ത് വെക്കാൻ മറന്നിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ടില്ല, എന്തെങ്കിലും കാരണവശാൽ കുലിക്കാൻ കൂടിയില്ല, ഇങ്ങനെയൊക്കെ ആവാം. അപ്പൊ അവരെ ഖളാ വീട്ടൽ എന്താണ് വിഷയം? അപ്പൊ നോക്കിയാല് ഈ കുലിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, പെരുന്നാൾ രാവ് പകുതിയായത് മുതൽ കുലിയുടെ സമയം പ്രവേശിക്കും. ഏറ്റവും നല്ലത് ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷമാണ്. അതിന്റെ അദായ സമയം ഏതുവരെയാണ്? പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരാൾക്ക് കുലിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ച് കുലിക്കാൻ സാധിച്ചില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കുലിക്കാൻ വെള്ളം കിട്ടിയില്ല. ഇനി അവരൊരു മസല എന്ത്, ഒരാൾക്ക് കുലിക്കാനുള്ള വെള്ളം കിട്ടിയില്ല എന്ന് വെക്കുക. അതൊന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആവശ്യമല്ലേ, നമ്മളൊരു മസല പറയാൻ മാത്രം കേട്ടോ. നമ്മളൊരു മസല പറയാൻ മാത്രം, ഒരാൾക്ക് കുലിക്കാൻ വെള്ളം കിട്ടിയില്ല എന്ന് വെക്കുക. എന്നാൽ പകരം തയമ്മം ചെയ്യൽ സുന്നത്താണ്. ഒരാൾക്ക് കുലിക്കാൻ സുന്നത്തായ ഒരു കുലിക്കാൻ വെള്ളം കിട്ടിയില്ല, നിർബന്ധമായ കുലിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്യൽ നിർബന്ധമായതുപോലെ സുന്നത്തായ കുലിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ അതായത് വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായൊരു വ്യക്തി ഓൻ അറിയാത്തതിന്റെ പേരിലോ മറന്നതിന്റെ പേരിലോ എന്തായി വിത്ർ സക്കാത്ത് കൊടുത്തില്ലാന്ന് വെക്കുക, അത് ഖളാ വീട്ടൽ നിർബന്ധം എന്നല്ല. മനസ്സിലായോ? വിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി, പിന്നെ അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടായില്ല, അങ്ങനെയും വരാം. ഓനിക്ക് വിത്ർ സക്കാത്ത് നിർബന്ധമായ വ്യക്തി ആയിരുന്നു, പക്ഷെ എന്തായില്ല, ഓൻ കൊടുത്തില്ല, പിന്നെ അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടായില്ല എന്ന് വന്നാൽ കടം വീട്ടാൻ വിൽക്കൽ നിർബന്ധമായ എന്തെല്ലാം വസ്തുക്കൾ വിൽക്കണമോ
അതെല്ലാം വിറ്റ് എന്തുവാണ്ടേലും വിത്തുൽ സക്കാത്ത് കൊടുക്കണം. ഞാൻ ഒന്നും കൂടി പറയുന്നു, വിത്തുൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവൻ അത് കൊടുത്തില്ലെങ്കിൽ അത് ഖളാ വീട്ടൽ നിർബന്ധാണ്. പക്ഷെ വിത്തുൽ സക്കാത്ത് നിർബന്ധമാവുകയും പിന്നീട് എന്തായി അത് കൊടുക്കാൻ കാശില്ലാത്തൊരവസ്ഥയും വന്നാൽ, ഒരാൾക്ക് സാമ്പത്തികമായ കടം വന്നാൽ ആ കടം വീട്ടാൻ അവന്റെ വീട് വരെ വിക്കൽ നിർബന്ധമാകും. മനുഷ്യ കെയർ ഓഫിലാണ് ആ ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതങ്ങനെയാണ് മനസ്സില ഖളാ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലായോ? എന്തെങ്കിലും കൊടുത്തതിൽ തകരാറ് വന്നു അങ്ങനെയും പറ്റും. ഒരാൾ നെയ്യത്തക്കാരെ നിങ്ങൾ സക്കാത്ത് കൊടുത്തതേ ഓന അരി വാങ്ങും, 10 കീസയിലാക്കും, എല്ലാവർക്കും കൊടുക്കും. പിന്നെ എവനോ ഒരു ക്ലാസ് കേട്ട് നെയ്യത്ത് വെക്കണത്തരേന്ന് അപ്പല ഓൻ ചിന്തിച്ചിന് ഞാൻ കൊടുത്ത സക്കാത്തൊക്കെ ഇപ്പൊ എന്തായി. അപ്പൊ എന്താവും ഇത് ഖളാ വീട്ടൽ നിർബന്ധാവും. ഖളാ വീട്ടിയിട്ട് നിർബന്ധമായ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ പിന്നെ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നാൽ കടം വീട്ടാൻ വിക്കൽ നിർബന്ധമായ വസ്തുക്കളൊക്കെയും വിൽക്കേണ്ടി വരും ഈ വിത്തുൽ സക്കാത്ത് കൊടുക്കാൻ. അപ്പൊ ഏതായിരുന്നാലും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്ത് കൂലി വലിയ മഹത്വമുള്ള ഒരു കൂലിയാണ്. അതിന്റെ സമയം ഞാൻ പറഞ്ഞു. വല്ല കാരണവശാലും ആ ദിവസത്തില് അത് കുലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് അത് ഖളാ വീട്ടൽ സുന്നത്താണ്. പക്ഷെ ഇമാമിനെ പോലത്തെ ചില പണ്ഡിതന്മാര് അത് ഖളാ വീട്ടൽ സുന്നത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ മദ്ഹബിൽ മുഅ്തമദായി നമ്മുടെ ഇബ്നു അജൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ ഫത്ഹുൽ മീൻ പോലത്തെ കിതാബുകളിലൊക്കെയും പറഞ്ഞിട്ടുള്ളത് സുന്നത്താക്കപ്പെട്ട കുലികൾ അഥവാ നഷ്ടപ്പെട്ടാൽ, അത് ഒഴിവായിപ്പോയാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ്. ഇനി അവിടെ ഒരു മസല, ഈ പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്ത് കൂലി ആർക്കും സുന്നത്താണ്, മുമയ്യിസ് അല്ലാത്ത കുട്ടികൾക്കും സുന്നത്താണ്. വകതിരിവെത്താത്ത കുട്ടികളുണ്ടാവും, ഓനിക്കിപ്പോ ഇതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാവില്ല. അപ്പൊ ഒരു 5 or 4 വയസ്സായ ഒരു കുട്ടിയാണ്, ഓനിക്കിപ്പോ എന്താ പെരുന്നാളിന്റെ ദിവസത്തിൽ കുലിക്കൽ സുന്നത്തുണ്ടോലോ എന്ന് അറിയില്ല. അപ്പൊ അവന് എന്ത് ചെയ്യണം? അവന്റെ വലിയ അവനെ കുലിപ്പിച്ചു കൊടുക്കണം. ഏതുപോലെ മുമയ്യിസല്ലാത്ത ഒരു കുട്ടി ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അവൻ കുലിക്കൽ സുന്നത്താണോ? പക്ഷെ അവനെ കുലിപ്പിക്കേണ്ടത് ആരാണ്? അവന്റേതായ വലിയാണ്. അപ്പൊ എന്നതുപോലെ പെരുന്നാൾ ദിവസത്തില് മുമയ്യിസല്ലാത്ത കുട്ടിക്കും കുലിക്കൽ സുന്നത്താണ്. പക്ഷെ മുമയ്യിസല്ലാത്ത കുട്ടിക്ക് ഈ കുലിയെ പറ്റിയൊരു ബോധം ഉണ്ടാവൂല. അപ്പൊ അവൻ എന്ത് വേണം? അവന്റേതായ അവന്റെ വലിയ ഈ കുട്ടിയെ എന്ത് വേണം? കുലിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇനി നമ്മളെ ഹൈലുകാരിയായ പെണ്ണുങ്ങൾ, അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. കാരണം നമ്മുടെ മിക്ക സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോയൊരു വിഷയമാണത്. ഹൈലുകാരിയായ പെണ്ണുങ്ങൾക്കും ഇത് സുന്നത്താണ്.